ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് LSS എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കറിയാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 1 ഒന്നാം ഭാഗത്തിന് 50 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ വിഷയത്തിൽ നിന്നും 10 മാർക്ക്, അതായത് മലയാളത്തിൽ നിന്ന് 10 മാർക്ക്, ഇംഗ്ലീഷിൽ നിന്ന് 10, ഗണിതത്തിൽ നിന്ന് 10, പരിസര പഠനത്തിൽ നിന്ന് 10, പൊതുവിജ്ഞാനത്തിൽ നിന്ന് 10. അങ്ങനെ ആകെ മൊത്തം 50 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നിങ്ങൾക്കിവിടെ ഉണ്ടാവുന്നത്. ഇത് നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടത് നിർബന്ധമാണ്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിരിക്കും. ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരത്തിന് നേരെ ടിക്ക് മാർക്ക് ശരിയിടുകയാണ് നിങ്ങൾ വേണ്ടത്. അത്തരത്തിലുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യം വരുന്നത് മലയാളം വിഷയമാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കുതറിക്കുടഞ്ഞ് എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? താഴെ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സാവധാനമുള്ള നടത്തം, ബലം പ്രയോഗിച്ച് രക്ഷപ്പെടാൻ നോക്കുക, ഉറങ്ങുക, ഡി പാട്ടുപാടുക. ഇവിടെ കുതറിക്കുടഞ്ഞ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ബലം പ്രയോഗിച്ച് രക്ഷപ്പെടാൻ നോക്കുക എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതിന് നേരെ നിങ്ങൾ ശരിയിടുക, ടിക്ക് മാർക്ക് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചന്തം എന്ന വാക്കിൻ്റെ പര്യായ പദം ഏത്? പര്യായ പദം എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. ഇവിടെ ചന്തമാണ് ചോദിച്ചിട്ടുള്ളത്. ചന്തത്തിൻ്റെ സെയിം അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ഇവിടെ ഏതാണെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓപ്ഷൻസ് വായിക്കാം. എ സങ്കടം, ഓപ്ഷൻ ബി ഭംഗി, സി ശക്തി, ഡി വേഗത. ചന്തം എന്ന് പറഞ്ഞാൽ ഭംഗിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ടിക്ക് ചെയ്യുക. ഇനി മൂന്നാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ അക്ഷരത്തെറ്റില്ലാത്ത പദം ഏത്? എല്ലാ ഓപ്ഷൻസും ശ്രദ്ധിച്ച് വായിക്കുക. നിങ്ങൾക്ക് പൈതൃകം എന്ന വാക്ക് വ്യത്യസ്ത അക്ഷരങ്ങളിലായിട്ടാണ് തന്നിട്ടുള്ളത്. ഇവിടെ ശരിയായിട്ടുള്ള അക്ഷരം ഏതാണെന്നാണ് ചോദിച്ചത്. അക്ഷരത്തെറ്റില്ലാതെ എഴുതിയ വാക്ക് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ പൈതൃകം, ബി പൈതൃകം, സി പൈത്യകം, ഡി പൈതീകം. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ പൈതൃകം ആണ്. ഓപ്ഷൻ എ ശരിയിടുക. നാലാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ അർത്ഥങ്ങൾ ചേർത്ത പദങ്ങൾ ഏതെല്ലാം? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ദീനൻ വിഷമുള്ളവൻ എന്നാണ് തന്നത്. അത് തെറ്റാണ്. ദീനൻ എന്ന് പറഞ്ഞാൽ വിഷമുള്ളവനല്ല അതിൻ്റെ അർത്ഥം. ദുഃഖിതൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഓപ്ഷൻ എ തെറ്റാണ്. ഇനി ബി വാതായനം വീട് എന്നാണ് തന്നത്. വാതായനം എന്ന് പറഞ്ഞാൽ ജാലകമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ സി വർണ്ണം നിറം. വർണ്ണത്തിൻ്റെ അർത്ഥമാണ് നിറം. അത് ശരിയാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. അവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യുക. ഇനി ഡി കൂടി ഒന്ന് നോക്കാം. പൈതൃകം അച്ഛൻ എന്നാണ് തന്നിട്ടുള്ളത്. പൈതൃകം എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എന്നാണ്. അതും തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സിക്ക് നേരെ നിങ്ങൾ ശരിയിടുക. ഇനി അഞ്ചാമത്തെ ചോദ്യം. കറുമ്പിപ്പയ്യ് എന്ന കവിതയിൽ അമ്മ ആരാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്നാം ഭാഗത്തിൽ പഠിക്കാനുള്ള ഒരു കവിതയാണ് കറുമ്പിപ്പയ്യ് എന്നത്. അതിൽ അമ്മ എന്ന് പറയുന്നത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആകാശം, മേഘം, ഭൂമി, മായ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി മേഘം ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കറുമ്പിപ്പയ്യ് എന്ന കവിതയിൽ കുഞ്ഞ് ആരാണെന്ന് ചോദിച്ചേക്കാം. ഇവിടെ അമ്മ ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ചിലപ്പോൾ കുഞ്ഞ് ആരാണെന്നും ചോദിച്ചേക്കാം. അപ്പോൾ ഉത്തരം വരുന്നത് വിത്ത് ആണ്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. കൂട്ടുകൃഷി എന്ന നാടകം രചിച്ചത് ആര്? ഇടശ്ശേരി, ചെറുശ്ശേരി, ഇ ജിനൻ, സച്ചിദാനന്ദൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഇടശ്ശേരിയാണ്. ഏഴാമത്തെ ചോദ്യം. വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തമേത്? ഓപ്ഷൻ എ നദോന്നത വൃത്തം, ബി മഞ്ചരി വൃത്തം, സി കാകളി വൃത്തം, ഡി കേകാവൃത്തം. ഓപ്ഷൻ ഡി ആണ് കേകാവൃത്തമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. ആളൊരു കാന്താരിയാണ്. ഈ ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആളൊരു കറുമ്പിയാണ്, ആളൊരു കുട്ടിയാണ്, ആളൊരു തൻ്റേടിയാണ്, ആളൊരു പശുവാണ്. ഇവിടെ കാന്താരി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കറുമ്പിയാണ്,
തൻ്റേടിയാണ്. ഓപ്ഷൻ എയും സിയുമാണ് ശരി. എയും സിയും ശരിയുള്ളത് ഒന്ന് അവിടെ കണ്ടില്ലേ, എ ആൻഡ് സി ശരിയാണ് എന്നതിന് നേരെയാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. 9ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്ത പദങ്ങളിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ എ അധ്യക്ഷത, ബി അധ്യക്ഷത, സി അധ്യക്ഷത, ഡി അധ്യക്ഷത. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. അധ്യക്ഷത എന്നതാണ് ശരിയായിട്ടുള്ള പദം. ഓപ്ഷൻ എക്ക് നേരെ നിങ്ങൾ ശരി ഇടുക. ഇനി 10ാമത്തെ ചോദ്യം, ഒറ്റവാക്ക് എഴുതുക. ഭയമില്ലാത്തവൾ. ഇവിടെ ഭയമില്ലാത്തവൾ എന്ന അർത്ഥമാക്കുന്ന പദം താഴെ തന്നതിൽ ഏതാണെന്ന് നോക്കിക്കേ. 1 നിരക്ഷര, 2 നിർഗുണ, 3 നിർഭയ, 4 ഇവയൊന്നുമല്ല. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ 3 ആണ്. നിർഭയാണ് ഭയമില്ലാത്തവൾ എന്ന് പറയുന്നത്. അതിനാണ് നിങ്ങൾ ശരിയിടേണ്ടത്. നമുക്ക് മറ്റു പദങ്ങളുടെ അർത്ഥം കൂടി നോക്കാം. ചിലപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഈ പദങ്ങളും തരാമല്ലോ. അതുകൊണ്ട് നിരക്ഷര എന്ന് പറഞ്ഞാൽ അക്ഷരം അറിയാത്തവൾ, വായനയും എഴുത്തുമൊന്നും അറിയാത്തവൾ എന്നാണ്. ഇനി 2ാമത്തത് നിർഗുണ എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തവൾ, നല്ല സ്വഭാവ ഗുണങ്ങളൊന്നും ഇല്ലാത്തവൾ എന്നാണ്. ഓക്കെ, ഈ 2 പദങ്ങളുടെയും അർത്ഥം കൂടി നിങ്ങളൊന്ന് വെറുതെ അറിഞ്ഞിരിക്കുക. ഇവിടെ മലയാളം വിഷയത്തിലെ 10 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 10 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാർക്കാണ്. ഇനി നമുക്ക് അടുത്ത വിഷയം നോക്കാം. ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് വരുന്നത്. 1ാമത്തെ ചോദ്യം, അമി ആൻഡ് അനു were playing letter card games. They made words with 7 letters. അനുവും അമ്മിയും ലെറ്റർ കാർഡ് വെച്ചിട്ട് ഗെയിം കളിക്കുകയാണ്. അവർ 7 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് വേർഡ്സുകൾ നിർമ്മിച്ചു. അനു made the word which is synonym of brave and Ami made the word which is the synonym of understand. Which are the words? ഇവിടെ അനു നിർമ്മിച്ചത് ബ്രേവ് എന്ന വാക്കിൻ്റെ സിനോണിം ആണ്. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം അർത്ഥം വരുന്ന മറ്റൊരു വാക്കിനെയാണ്. അതായത് അനു നിർമ്മിച്ചത് ബ്രേവ് എന്ന വാക്കിൻ്റെ സെയിം അർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ്. ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ബ്രേവ് എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. സോ അവൾ നിർമ്മിച്ചിട്ടുള്ളത് ധൈര്യം എന്ന അർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ്. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഒരേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക്. ഓക്കെ, ആമി നിർമ്മിച്ചിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡ് എന്ന വാക്കിൻ്റെ സിനോണിമാണ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കുക എന്നാണ്. സോ ഇവിടെ താഴെ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അവർ 2 പേരും നിർമ്മിച്ച വാക്കുകൾ ഏതാണെന്ന് നോക്കിക്കേ. 1ാമത്തെ ഓപ്ഷനിലുള്ളതാണ് റീകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർക്കുക, വീണ്ടും ഓർക്കുക എന്നതാണ്. കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. പക്ഷെങ്കിൽ ഇവിടെ അനു നിർമ്മിച്ചതിൻ്റെ മറ്റൊരു വേർഡാണ്, ബ്രേവിൻ്റെ മറ്റൊരു വേർഡായിട്ട് കറേജ് എടുക്കാം. കറേജും ധൈര്യം തന്നെയാണ് അർത്ഥം വരുന്നത്. പക്ഷേ അണ്ടർസ്റ്റാൻഡിൻ്റെ സിനോണിം അല്ല റീകോൾ. അതുകൊണ്ട് തന്നെ 1ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ബിയിൽ കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. അത് ബ്രേവിൻ്റെ സിനോണിം ആണ്. റിയലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡിൻ്റെ സിനോണിം ആണ് റിയലൈസ് എന്ന് പറയാൻ പറ്റും. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. കറേജും റിയലൈസുമാണ് ഉത്തരം വരുന്നത്. നമുക്ക് മറ്റു ഓപ്ഷൻസ് കൂടി ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് അർത്ഥം നോക്കാം. ഓപ്ഷൻ സി റിയലൈസ് തന്നിട്ടുണ്ട്. റിയലൈസ് മനസ്സിലാക്കുക എന്നാണ്. പിന്നെ അണ്ടർസ്റ്റാൻഡിൻ്റെ സിനോണിമാണ് റഷ് എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ തെറ്റാണ്. ഇവിടെ തിരക്ക് പിടിക്കുക എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്തത് ഡി, റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർക്കുക. ഹാർമണി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമ. ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം സിനോണിം എന്താണെന്നാണ്. ഇനി എവിടെ ചോദ്യ പേപ്പറിൽ സിനോണിം എന്ന് കണ്ടാലും നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. സിനോണിം എന്ന് പറഞ്ഞാൽ ഒരേ സെയിം അർത്ഥം വരുന്ന മറ്റൊരു വാക്ക്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ ഹാസ് യൂണിറ്റി ബട്ട് ഇറ്റ് ഹാസ് ഡേയ്സ് ടു കംപ്ലീറ്റ് വിത്ത് സ്യൂട്ടബിൾ ഓപ്പോസിറ്റ് ഓഫ് അണ്ടർലൈൻഡ് വേർഡ്. ഇവിടെ യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തൊരുമ എന്നാണ്. ഇതിൻ്റെ
ഓപ്പോസിറ്റ് വേർഡാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ ഡാഷ് ഇട്ട സ്ഥലത്ത് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഓപ്പോസിറ്റ് ഓഫ് അണ്ടർലൈൻഡ് വേർഡ് എന്നാണ്. അടിവരയിട്ട വാക്കിൻ്റെ വിപരീത പദമാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ ഹാർമണി. ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തൊരുമയാണ്, സമാധാനമാണ്. യൂണിറ്റിയും ഹാർമണിയും സിനോണിമാണ്, അതായത് ഒരേ അർത്ഥം വരുന്ന വാക്കാണ്. പീസ്. പീസ് എന്ന് പറഞ്ഞാലും സമാധാനമാണ്, യൂണിറ്റിൻ്റെ വിപരീതമല്ല. ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വിഭജനം, വേർതിരിക്കുക എന്നാണ്. അതാണ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമ, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക. അതാണ് യൂണിറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഡിവിഷൻ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം 3 ആണ്, ഡിവിഷൻ ആണ്. നാലാമത്തെ വാക്ക് ഒന്നുകൂടി നോക്കാം. കോമൺ. കോമൺ എന്ന് പറഞ്ഞാൽ പൊതുവായതെന്നാണ്. സോ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് യൂണിറ്റിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്. അടുത്തത് താഴെ നിങ്ങൾക്കൊരു പോയം തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. റീഡ് ദി പോയം ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ലിറ്റിൽ ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, ഫ്ലൈയിങ് വെരി cheerful across the cloudy sky. ചോദ്യം, ഹു ഈസ് ഫ്ലൈയിങ് ഇൻ ദി സ്കൈ? ആരാണ് ആകാശത്ത് കൂടെ പറക്കുന്നത്? ലിറ്റിൽ ബേർഡ്സ് ആണല്ലേ. ലിറ്റിൽ ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ എന്നാണല്ലോ. ലിറ്റിൽ ബേർഡ്സ് ചെറിയ കിളികളാണ് ആകാശത്തിലൂടെ പറക്കുന്നത്. സോ ഒന്നാമത്തെ ഓപ്ഷൻ ലിറ്റിൽ ബേർഡ്സ് എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. അവിടെ നിങ്ങൾ ടിക്ക് ചെയ്യുക. The meaning of cheerful is given below. Which one is correct? cheerfulൻ്റെ അർത്ഥം താഴെ തന്നിട്ടുണ്ട്. അതിലേതാണ് ശരിയായിട്ടുള്ളത് എന്നാണ്. ഒന്നാമത്തത് ഹാപ്പി, 2 കോംപ്രഹെൻഡ്, 3 ജോയ്, 4 സാഡ്. cheerful എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ഇവിടെ സന്തോഷം എന്ന് പറഞ്ഞത് ഒന്നാമത്തെ ഓപ്ഷനിൽ ഹാപ്പി, പിന്നെയോ മൂന്നാമത്തെ ഓപ്ഷൻ ജോയ്, രണ്ടും സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി ഇല്ലേ, 1 and 3 കറക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. സാഡ് എന്ന് പറഞ്ഞാൽ വിഷമമാണ്, കോംപ്രഹെൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹീ ഈസ് എ സ്ട്രേഞ്ചർ. അവൻ ഒരു അപരിചിതനാണ്. വാട്ട് ഡു യു മീൻ ബൈ സ്ട്രേഞ്ചർ? സ്ട്രേഞ്ചർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്ത ഒരാൾക്കാർക്ക്, ഒരു അപരിചിതനായിട്ടുള്ള ഒരാൾക്കാർക്ക് പറയുന്നതാണ് സ്ട്രേഞ്ചർ. എ നോൺ പേഴ്സൺ, അറിയുന്ന ആൾ, അല്ല, തെറ്റാണ്. എ ക്രൂവൽ പേഴ്സൺ, തെറ്റാണ്, ക്രൂരനായ ആൾ അല്ല. സി വൺ ഹൂ ഫീലിംഗ് അഫ്രൈഡ്, ഒരു പേടിക്കുന്ന ഒരാൾ, അല്ല, തെറ്റാണ്. ഡി ആൻ അൺനോൺ പേഴ്സൺ, ശരിയാണ്, ഒരറിയാത്ത ഒരാളെ പറയുന്ന പേരാണ് സ്ട്രേഞ്ചർ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തത്, റീഡ് ദി പാസേജ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ള പാസേജ് വായിച്ചിട്ട് ആൻസർ ചെയ്യാനാണ്. അന്ന ഗേവ് വൺ ഓഫ് ഹെർ പേപ്പർ ബോട്ട്സ് ടു ദി ബോയ്. അന്ന അവളുടെ പേപ്പർ ബോട്ടിൽ ഒന്ന് ബോയ്ക്ക് കൊടുത്തു. ദ ബോയ് വാസ് സർപ്രൈസ്ഡ്. ബോയ് അത്ഭുതപ്പെട്ടു, അതിശയിച്ചു. വെൻ അന്നാസ് പേപ്പർ ബോട്ട് വാസ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ്. ഒരു ചളിക്കൂമ്പാരത്തിൽ അന്നയുടെ പേപ്പർ ബോട്ട് കുടുങ്ങിയപ്പോൾ ദ ബോയ് ജംപ്ഡ് ഇൻ ടു വാട്ടർ ആൻഡ് ഗേവ് ഇറ്റ് ടു അന്ന. ആ കുട്ടി ബോയ് വെള്ളത്തിലേക്ക് ചാടിയിട്ട് ആ പേപ്പർ ബോട്ട് എടുത്ത് അന്നയ്ക്ക് നൽകി. വാട്ട് വാസ് ഗിവൺ ടു ദി ബോയ്? ഇവിടെ ചോദ്യം, ബോയ്ക്ക് എന്താണ് നൽകിയത്? അന്ന എന്താണ് ബോയ്ക്ക് നൽകിയത്? ഒരു പേപ്പർ ബോട്ട് അല്ലേ? സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ, പേപ്പർ ബോട്ട് എന്നാണ്. അടുത്ത ചോദ്യം, സെലക്ട് ദി കറൻറ്റ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. ശരിയായിട്ടുള്ള സംഭവങ്ങളുടെ സീക്വൻസ് എടുത്ത് എഴുതാനാണ്. ഏത് ഓപ്ഷനാണ് ഇവിടെ ഓർഡറിൽ തന്നിട്ടുള്ളത് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ വായിച്ച് നോക്കിക്കേ. ജംപ്ഡ് ഇൻ ടു ദി സ്ട്രീം, സ്ട്രീമിലേക്ക് ചാടി എന്നാണ് പറയുന്നത്. ആദ്യം തന്നെ ഇവിടെ സ്ട്രീമിലേക്ക് ചാടുകയാണോ? അല്ല. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അന്ന ഗേവ് പേപ്പർ ബോട്ട്, അന്ന പേപ്പർ ബോട്ട് നൽകി. പുള്ളുഡ് ഔട്ട് ദി ബോട്ട്, ബോട്ടിൽ നിന്ന് ബോട്ട് പുറത്തേക്ക് എടുത്തു. ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഈ ഒരു ഓർഡർ തെറ്റാണ്. ബി നോക്കാം. പുള്ളുഡ് ഔട്ട് ദി ബോട്ട്, ബോട്ട് പുറത്തേക്ക് എടുത്തു. ജംപ്ഡ് ഇൻ ടു ദി സ്ട്രീം, സ്ട്രീമിലേക്ക് ചാടി. അന്ന ഗേവ് പേപ്പർ ബോട്ട്, അന്ന പേപ്പർ ബോട്ട് നൽകി. ഈ ഒരു ഓർഡറും തെറ്റാണല്ലോ. മൂന്നാമത്തെ നോക്കാം. അന്ന ഗേവ് പേപ്പർ ബോട്ട്, അന്ന പേപ്പർ ബോട്ട് നൽകി, ശരിയാണ്. ജംപ്ഡ് ഇൻ ടു ദി സ്ട്രീം, സ്ട്രീമിലേക്ക് ചാടി, ശരിയാണ്. പുള്ളുഡ് ഔട്ട് ദി പേപ്പർ ബോട്ട്, പേപ്പർ ബോട്ട് പുറത്തേക്ക് എടുത്തു. ഈ ഒരു ഓർഡർ ശരിയാണല്ലോ. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം.
ടിക്ക് ചെയ്തേ. നമുക്കിനി 8ാമത്തെ ചോദ്യം നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ദ ബോയ് പുൾഡ് ഔട്ട് ദി പേപ്പർ ബോട്ട്. കുട്ടി പേപ്പർ ബോട്ട് പുറത്തേക്ക് വലിച്ചെടുത്തു. പുൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വലിച്ചെടുത്തു എന്നാണ്. റീസൺ കാരണം ഹി വാണ്ടഡ് ടു ഹെൽപ്പ് അന്ന. അന്നയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം തന്നിട്ടുള്ളത്. ഇവിടെ ഏതാണ് ശരി എന്നാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ബോത്ത് ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടും ശരിയാണ്, പക്ഷെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥമല്ല റീസണിൽ പറയുന്നത്. ഇനി ബി പറയാണ് ബോത്ത് ആർ ട്രൂ, രണ്ടും ശരിയാണ്. റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. റീസൺ കാരണം എന്താണ്, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള വിശദീകരണമാണ്. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, റീസൺ ഈസ് ഫാൾസ്. ഡി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്, റീസൺ ഈസ് കറക്റ്റ്. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ളത്? ഇവിടെ സ്റ്റേറ്റ്മെൻറ്റും റീസണും ശരിയാണ്. കുട്ടി പേപ്പർ ബോട്ട് പുറത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. എന്തിനാണ്? അത് അന്നയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അന്നയുടെ പേപ്പർ ബോട്ട് ചളിക്കൂമ്പാരത്തിൽ കുടുങ്ങിയപ്പോൾ അന്നയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോയ് പോയിട്ട് ബോട്ട് പുറത്തേക്ക് വലിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റും റീസണും ശരിയാണെന്ന് പറയാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ ആണല്ലോ റീസണിൽ തന്നിട്ടുള്ളത്. അതായത് എന്തിനാണ് അവൻ പേപ്പർ ബോട്ട് എടുത്തത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ എന്തിനാണ്, അവൻ അന്നയെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു വിശദീകരണമാണല്ലോ നിങ്ങൾക്ക് റീസണിൽ തന്നിട്ടുള്ളത്. അതായത് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ബോത്ത് ആർ ട്രൂ, റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരി. ഇനി 9ാമത്തെ ചോദ്യം. ഡേഷ് വാട്ട് എ ഫെൻറ്റാസ്റ്റിക് ക്യാച്ച്, ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ഇവിടെ ഒരു ക്യാച്ചിനെ കുറിച്ചിട്ട് പറയാണ് വാട്ട് എ ഫെൻറ്റാസ്റ്റിക് ക്യാച്ച് എന്ന്. അതായത് അവിടേക്ക് സന്തോഷമുണ്ട്, ഒരു അതിശയവുമുണ്ട് അല്ലേ. ഇവിടെ വാട്ട് എ ഫെൻറ്റാസ്റ്റിക് ക്യാച്ച് എന്ന് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ഒരു ക്യാച്ച് വന്നപ്പോൾ അവന് സന്തോഷവും തോന്നി, അതിശയവും തോന്നി. അപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് വാവ് എന്നുള്ളത്. അതായത് അതിശയവും ആനന്ദവും സന്തോഷവും വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് വാവ് എന്ന്. അതായത് ഇവിടെ ഓപ്ഷൻ 3ാമത്തതാണ് ശരി. മറ്റു ഓപ്ഷൻസ് നമുക്ക് എവിടെയാണെന്ന് വരുന്നത് നോക്കാം. ഔച്ച്. ഔച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പെയിൻ, ഒരു ഹേർട്ട്, ഒരു വേദന ഫീൽ ആകുമ്പോഴാണ് ഔച്ച് എന്ന് പറയുന്നത്. 2ാമത്തത് ഹരേ. ഹരേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു മാച്ചിലൊക്കെ വിജയിക്കുമ്പോഴാണ് ഹരേ എന്ന് പറയുന്നത്. 3ാമത്തത് നമ്മൾ പറഞ്ഞു വാവ് എന്നുള്ളത് അതിശയം പ്ലസ് ഹാപ്പിയാണ്. 4ാമത്തത് യാ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പറ്റും എന്നുള്ളൊരു ഇതിനാണ് യാ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 46ാമത്തെ പേജിൽ 1ാം ഭാഗം പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ 46ാമത്തെ പേജിൽ ഈ വേർഡ്സൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് പറയാം. ആദ്യത്തേത് വി ഹാവ് പ്ലേഡ് വെരി വെൽ. നമ്മൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഡാഷ് വി ലോസ്റ്റ് ദി ഗെയിം. പക്ഷെ നമ്മൾ ഗെയിമിൽ തോറ്റു. ഇവിടെ ഒരു വിഷമമാണ് അല്ലേ. വിഷമത്തിന് അവിടെ എഴുതുക അലാസ് എന്നാണ്. ഇനി 2ാമത്തത് അവർ ടീം ഹാസ് വൺ വേൾഡ് കപ്പ് ദിസ് ടൈം. ഇവിടെ വിജയിക്കുകയാണ്, നമ്മുടെ ടീം വിജയിച്ചിട്ടുണ്ട്. വിജയത്തിൻ്റെ അവിടെ വരുന്നത് ഹരയാണ്. ഇനി 3ാമത്തത് വാട്ട് എ ഫെൻറ്റാസ്റ്റിക് ക്യാച്ച്. നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞില്ലേ. അവിടെ എന്താണ്, ഒരു അതിശയമാണ്, ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അവിടെ വാവ് ആണ് വരുന്നത്. അടുത്തത് യു ഹിറ്റ് മൈ ഹാൻഡ്. നീ എൻ്റെ കയ്യിൽ ഇടിച്ചു. ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്. എനിക്ക് കൈ വേദനിക്കുന്നുണ്ട്. ഇവിടെ വേദനയാണ്, പെയിൻ ആണ്. ഇവിടെ ഔച്ച് ആണ് വരുന്നത്. അടുത്തത് ഡാഷ് ബോബി യു ഹാവ് വൺ ദി ഫസ്റ്റ് പ്രൈസ്. ഇവിടെ ഒരു സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതോടെ ഇവിടെ യാ ആണ് വരുന്നത്. ഇത് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചേക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഈസ് നെയിമിംഗ് വേർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെയിമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ നൗണാണ്, ഒരാൾക്കാരുടെയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെയോ പേരാണ്. റൺ എന്ന് പറഞ്ഞാൽ ഒരു വെർബാണ്, ഓടുക എന്നുള്ളത് ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തിയാണ്. അതല്ല. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രൈബിംഗ് വേർഡാണ്. ഹാപ്പി എന്ന് പറഞ്ഞാലും ഒരു ഡിസ്ക്രൈബിംഗ് വേർഡാണ്. ഡോക്ടർ, ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഡോക്ടർ ആണ്. ഡോക്ടർ എന്നുള്ളത് ഒരു നെയിമിംഗ് വേർഡാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. നിങ്ങൾക്ക് ഡിസ്ക്രൈബിംഗ് വേർഡും പഠിക്കാനുണ്ട്. അതും ചിലപ്പോൾ ചോദിച്ചേക്കാം. പഠിച്ചു വെക്കുക. ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ വിശേഷിപ്പിച്ച് പറയുന്നതിനാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറയുന്നത്. അതായത് സ്മാർട്ട്, ബ്യൂട്ടിഫുൾ, ബ്രേവ്,
ഹാപ്പി അങ്ങനെയൊക്കെ പറയുന്നതിനാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പാർട്ട് 1 പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് നോക്കേണ്ടത് ഗണിതമാണ്. നമുക്കിനി ഗണിതം പറയാനുണ്ട്, പരിസര പഠനം, പൊതുവിജ്ഞാനം പറയാനുണ്ട്. ഈ 3 വിഷയത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കി. നമ്മൾ കുറേ LSSൻ്റെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് LSS എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടതെന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിച്ചാലും മതി, ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്, താങ്ക് യു.